വിശ്വകർമ്മ സമൂഹത്തിൻ്റെ തന്നെ ഒരു കഥ പറയാം. വിശ്വകർമ്മദേവൻ്റെ വാഹനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹംസം കണ്ട ഒരു സ്വപ്നമാണ്. ഇതൊരു ഞാനൊരു ഗദ്യ രൂപത്തിൽ ഈ കഥ ഇവിടെ പറയത്തുള്ളൂ. കാരണം ഇത് ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ താതനു മക്കളിതഞ്ചു പേരിവരുടെ കഥ ഇതു കേൾക്കുക തെല്ലിട നേരം, മതഭേദത്തിൻ മുഖരൂപങ്ങൾ കൊത്തിയെടുത്തൊരീ മക്കളിതിവരുടെ. ഹംസം പാടിയൊരിക്കഥ കേൾക്കൂ ഹംസധ്വനിയല്ലീ രാഗം, അക്ഷരരൂപിണിയായന്നമ്മ കാതിൽ മൂളിയൊരീ രാഗം. ആചാരങ്ങൾ ആയിരമുണ്ടതിനാധാരങ്ങൾ, ദേവാലയവും ഗ്രന്ഥവിചാരം ചെയ്യുമ്പോഴും രൂപവിചാരം മുഖരൂപത്തിൽ. അതെങ്ങനെയൊക്കെയാണ്? ശിലയിൽ തീർത്തൊരു ശില്പങ്ങളിലും തടിയിൽ തീർത്തൊരു സ്തൂപങ്ങളിലും ലോഹങ്ങളിലും രൂപം കാണാം മതഭേദത്തിൻ മുഖരൂപങ്ങൾ. രൂപം നൽകി, ഭാവം നൽകി, ശബ്ദം നൽകി, സംസ്കൃതി പാകി, ആചാരങ്ങൾക്കായിരമായിരം അർത്ഥതലങ്ങൾ പാകി പാരിൽ. കാർഷിക വിപ്ലവ വീര്യമതേകാൻ ആയുധമുലയിൽ തോകിമിനുക്കി, ഉലയിൽ കാച്ചി ഉരുക്കുമെടുത്തതിൽ പൽച്ചക്രങ്ങൾ വെട്ടിയെടുത്തു. ചങ്ങലപാകിയതിന്മീതേയവർ ഗമനാഗമനം വേഗതയാക്കി, തരുണീമണിതൻ കാന്തി മിനുക്കാൻ പൊന്നിൽ പുതുമകൾ ചേർത്തു വിളക്കി. പൊന്നിനു മൂല്യം കൂട്ടി പിന്നത് വിക്രയമാർഗമതാക്കി ഉലകിൽ, തത്വത്തിൽ അത് ധനമായല്ലോ ധനതത്വത്തിൻ ശാസ്ത്രവുമല്ലോ. വിസ്മയമങ്ങനെ എത്ര വിളമ്പി കർമ്മത്തിൻ കര വിരുതാലങ്ങനെ, രൂപം കാണാനായി തീർത്തൊരു ലോഹക്കൂട്ടിൻ കണ്ണാടി, അത് ആറന്മുളതൻ ദേശമഹത്വം ഭൂഗോളത്തിൽ വ്യാപകമാക്കി. നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാർ ചെയ്തു വച്ച അമൂല്യമായ സംഭാവനകളുടെ ഒരു ചെറു വിവരണമാണ് മേളിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് അധികാരത്തിൻ്റെ അന്തഃപുരങ്ങളിൽ അവസര സമത്വം നിഷേധിക്കപ്പെടുന്നു എന്ന് നാം മുറവിളി കൂട്ടുമ്പോൾ, ഒരുപക്ഷെ രാജഭരണകാലത്തിലും ജനാധിപത്യ വ്യവസ്ഥിതിയിലും നാമമാത്രമായി നമുക്ക് ലഭിച്ച ചില്ലറ സ്ഥാനമാനങ്ങളാണോ നമ്മെ ഭിന്നിപ്പിച്ചത് എന്ന് ഒന്ന് വിലയിരുത്തേണ്ടി വരുന്നു. അവിടെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വഴിമാറ്റം. അതെങ്ങനെയായിരുന്നു? പട്ടും വളയും നൽകി ലോകർ ആദരവായിട്ടണുരൂപത്തിൽ, അണുരൂപത്തിലേ കിട്ടിയുള്ളൂ, വലിയ വലുപ്പത്തിലൊന്നും കിട്ടിയില്ല. പട്ടും വളയും നൽകി ലോകർ ആദരവായിട്ടണുരൂപത്തിൽ, ലഹരിയിലേഷണി മന്ത്രവുമോദി സൃഷ്ടിമഹത്വം തുലനം ചെയ്യാൻ. മക്കളിതഞ്ചും മത്സരമായി, ഗോപാലനും കേശവനും ദാമോദരനും ഒക്കെ തങ്ങളിൽ മത്സരമായി. മക്കളിതഞ്ചും മത്സരമായി ഒന്നിനു മെച്ചമതൊന്നായി തീർക്കാൻ, സോദരരായവർ മിണ്ടാതായി കേമനിതാരന്നേഷിണി മൂലം. കണ്ടാലറിയാമെങ്കിലും എവിടെയും അഞ്ചായി പിന്നവർ മത്സരമായി. അഞ്ചായി മത്സരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? കണ്ടാലറിയാമെങ്കിലും എവിടെയും അഞ്ചായി പിന്നവർ മത്സരമായി. കൂലി പറഞ്ഞും വിലയിട്ടിവരുടെ കർമ്മത്തിൻ്റെ ആ ശേഷി പകുക്കാൻ. എരിവും പുളിയും ചേർത്ത് വിളമ്പി എരിതീയിൽ ചില എണ്ണയുമേകി, ലോകമതാകെ പാടി മറ്റൊരു കഥയും തച്ചൻ ഉളി വീഴ്ത്തി പക തീർത്തെന്നൊരു കഥ. പാവക്കൂത്തും കഥയായി തീർത്തു. മത്സരബുദ്ധിയതേറെ വളർത്തി, കാലം ചെന്നിവർ കോലം കെട്ടു യന്ത്രമതായി ലോകമതെങ്ങും. പിന്നീട് സംഭവിച്ചത് എന്താണ്? കണ്ടുപഠിച്ചവരൊക്കെ തന്നെ വെല്ലുവിളിച്ചു പല രൂപത്തിൽ, താതൻ ഒളികണ്ണിട്ടു ചിരിച്ചു ബുദ്ധി പിഴച്ചൊര മക്കളെയോർത്ത്. പിന്നീടാണ് ഇത് രണ്ടാം ഘട്ടത്തിൽ നിന്ന് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് സംഘടനാ ബോധമുണ്ടായത്. അവിടെ എന്താണ് സംഭവിച്ചത്? അത് മറ്റൊരു കഥ. സംഘം ചേർന്നവരവിടെയും ഇവിടെയും ഒന്നായി തീർന്നു വേദികൾ പലതിൽ, അവിടെയുമുള്ളിൽ ത്വരയായി പൊങ്ങി കേമനിതാരൻ ഏഷിണി മന്ത്രം. അന്ന് പറഞ്ഞ ആ കേമനിതാരെന്ന ഏഷിണി മന്ത്രം ഇവിടെയും സംഭവിച്ചു. സംഘം ചേർന്നവരവിടെയും ഇവിടെയും ഒന്നായി തീർന്നു വേദികൾ പലതിൽ, അവിടെയുമുള്ളിൽ ത്വരയായി പൊങ്ങി കേമനിതാരൻ ഏഷിണി മന്ത്രം. താതനതങ്ങനെ മൗനം തന്നെ, അരുമകൾ ഇവരുടെ വിളയാട്ടത്തിൽ ഒന്നിച്ചാലിനി ഒന്നായി നയിക്കാൻ പുതിയൊരു മാനവ ജന്മം കാണാൻ. തൊഴിലിന്മേനിക്കിനിയില്ലിവിടെ മത്സരബുദ്ധിക്ക് അവകാശങ്ങൾ. ഇനി നമ്മൾ തൊഴിലിൻ്റെ മേനി പറഞ്ഞ് മത്സരബുദ്ധി കാട്ടരുത്.
വിഭാഗങ്ങളുടെ പേരിൽ ഉപജീവനത്തിനായി ഏർപ്പെട്ട തൊഴിലുകളെ നമ്മൾ ഉപജാതികളാക്കി. അല്ലെങ്കിൽ ആ വിശ്വകർമ്മ എന്ന പരമപവിത്രമായ ആ ബോധത്തിൽ നിന്ന് മാറി നമ്മൾ മറ്റു പലതരത്തിലും ചിന്തിക്കാൻ തുടങ്ങി. തൊഴിലിൻ മേനിക്കിനിയിൽ ഇവിടെ മത്സരബുദ്ധിക്ക് അവകാശങ്ങൾ, കാക്കക്കൂട്ടിൽ പ്രാവിനുമില്ല പ്രാവിൻകൂട്ടിൽ കാകനുമില്ല ചേക്കേറാനായി മത്സരബുദ്ധി. കാക്കക്കൂട്ടിൽ പ്രാവിനുമില്ല പ്രാവിൻകൂട്ടിൽ കാകനുമില്ല ചേക്കേറാനായി മത്സരബുദ്ധി. കൊത്തി 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 ഉടച്ചു സ്വന്തം സംസ്കൃതി കഷ്ടം കഷ്ടം. നേരം പുലരും വരയും പറയും നാളെ നമുക്കും പുലരി പിറക്കും. നമുക്ക് നാളെ പുതിയ പുലരി പിറക്കുമെന്ന് നമ്മുടെ നേതാക്കന്മാർ സ്വപ്നം കാണിക്കുന്നു. നേരം പുലരും വരയും പറയും നാളെ നമുക്കും പുലരി പിറക്കും. പുലരി പിറന്നിവരൊന്നായി കാണാൻ താതനുമൊപ്പം അതെന്നുടെ മോഹം. ഒക്കെ ഈ ഹംസത്തിൻ സ്വപ്നം, നേരിനായി നേരുന്ന സ്വപ്നം. അങ്ങനെ ആ ഹംസം കണ്ട സ്വപ്നം ഇവിടെ ഒരു ചെറിയ കഥയായിട്ട്, ഗദ്യ കവിതയായിട്ട് ഒക്കെ വിവരിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്കൾ വീണ്ടും ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ അത് പറഞ്ഞു. നന്ദി, നമസ്കാരം. ഞാൻ ഷാജി ആര്യമംഗലം.